സോ ഗൈസ്, അഖിൽ മാരാർ മക്കളെ, അഖിൽ മാരാറിൻ്റെ റീസെൻറ്റ് ഒപ്പീനിയൻ ഓൺ ഇന്ത്യ പാക് സിറ്റുവേഷൻ കേട്ടപ്പോൾ ഇയാളൊരു കോൺഗ്രസിൻ്റെ പ്രോപ്പർ മൗത്ത് പീസായിട്ട് വർക്ക് ചെയ്യുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അഖിൽ മാരാർ ഫേസ്ബുക്കിലിട്ടുള്ളൊരു പോസ്റ്റാണ്, ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി, ഭീകരർ മായ്ച്ചു കളഞ്ഞ സിന്ദൂരത്തിനു പകരം ഭീകരരെ തന്നെ മായ്ച്ചു കളഞ്ഞ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ, തൊടറാ പാക്കലാം കേട്ടോടാ പാക്കി പട്ടികളെ, ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കുന്ന സമയത്ത് ഇന്നലെ ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോ ഒക്കെ വെച്ച് ഡൊണാൾഡ് ട്രംപിൻ്റെ ആ ഒരു സീസ് ഫയർ പോസ്റ്റൊക്കെ വെച്ചിട്ടുള്ളൊരു സാധനം, യുദ്ധം അവസാനിപ്പിക്കണം എന്നതിന് യാതൊരു തർക്കവും വേണ്ട, എന്നാലത് ആത്മാഭിമാനം അമേരിക്കയ്ക്ക് പണയം വെച്ചാകരുത് എന്നുള്ള സ്കീമിലുള്ളൊരു പോസ്റ്റ് വേറെയും. ഇത് വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇന്ദിരാഗാന്ധി 1971 വാറൊക്കെ റിലേറ്റഡ് ആയിട്ട് കുറേ അധികം PR സ്റ്റണ്ടുകൾ നടക്കുന്നുണ്ട്. അതിൽ കംപ്ലീറ്റ് കാര്യങ്ങളും അവർ പറയുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല, ഇത് ശരിയാണെന്ന് ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. ബട്ട് 1971 ഇന്ദിരാഗാന്ധി നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള സമയത്ത് നടത്തിയ ആ ഒരു പെർട്ടിക്കുലർ ഇന്ത്യ പാക് വാറും ഇപ്പം നടക്കുന്ന ഇന്ത്യ പാക് വാറെന്ന് ഡിക്ലെയർ ചെയ്തിട്ടില്ല, ബട്ട് ഈ ഒരു എസ്കലേഷനും ഇക്വേറ്റ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്. അത് ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ ഒരു PR ഗിമിക്കിൻ്റെ ഭാഗമായിട്ടാണെന്നുള്ളത് അഖിൽ മാരാറിൻ്റെ ഈ ഒരു പോസ്റ്റ് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ആഫ്റ്റർ ദിസ് കുറച്ച് ലൈവും പോസ്റ്റുകളും വേറെയും അഖിൽ മാരാറിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം കൺവിൻസിങ് ആയിട്ട് ഭയങ്കര എന്താ പറയുക, ഉറപ്പിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യം, ഇത് കോൺഗ്രസിൻ്റെ മൗത്ത് പീസ് ആയിട്ട് തന്നെ വർത്തമാനം പറയണം. ഓക്കെ, ഒരു ന്യൂട്രൽ ഫേസിൽ ഇരുന്നുകൊണ്ട് വർത്തമാനം പറയുന്ന ഒരു അഖിൽ മാരാരല്ല. അതിനിടയിൽ രാഹുൽ ഗാന്ധിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, അത് പാർലമെൻറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് കൂടണം. ഓക്കെ, ഒപ്പോസിഷൻ എല്ലാവരും കൂടി യുനാനിമസ് ആയിട്ടുള്ളൊരു റിക്വസ്റ്റ് നമ്മുടെ പ്രൈം മിനിസ്റ്റർക്ക് വെച്ചിട്ടുള്ളതാണ്. അത് വേണം, കാരണം പഹൽഗാം അറ്റാക്കിൻ്റെ മുകളിലും ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ മുകളിലും സീസ് ഫയറിൻ്റെ ഈ ഒരു സിറ്റുവേഷനിലും ആൻഡ് സീസ് ഫയർ അനൗൺസ്മെൻറ്റ് ബൈ US പ്രസിഡൻറ്റ് ട്രംപിൻ്റെ മുകളിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഓപ്പോസിറ്റ് പാർട്ടിക്കും അതിൻ്റെ ലീഡർമാർക്കൊക്കെ ചോദിക്കാനുണ്ടാവും. ദാറ്റ്സ് ഡെഫിനറ്റ്ലി എ ഗുഡ് തിങ്. അപ്പോൾ ഞാൻ എഗെയിൻ പറഞ്ഞു വരുന്നത്, ഇത് ഞാൻ പറഞ്ഞല്ലോ, അഖിൽ മാരാറിൻ്റെ ലൈവും അഖിൽ മാരാർ പറയുന്നതും അത് അവൻ്റെതല്ല, അത് കോൺഗ്രസിൻ്റെ മൗത്ത് പീസായിട്ടിരിക്കുമ്പോൾ വരുന്ന സാധനങ്ങളാണ്. അതിൽ തന്നെ കുറേ സാധനങ്ങൾ നമുക്കൊന്ന് എടുത്തു വെച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ അഖിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം സംസാരിക്കാം. ഇന്നിപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നു. ഈ വാർത്ത ലോകത്തോട് ആദ്യമായി പറയുന്നത് ഡൊണാൾഡ് ട്രംപാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഈ ലോകത്തോട് പറയുകയാണ്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് പറയുന്നു. അമേരിക്കയുടെ ഒരു പ്രസിഡന്റ് ഇവിടെ നാട്ടിലൊക്കെ നിങ്ങളൊക്കെ പറയുന്നത് കണക്ക് വന്നിരുന്നിട്ട് തള്ളും ബഹളവും നടത്തുന്ന ഒരാളായിട്ട് ലോകത്തിന് മുമ്പിൽ സ്വയം അപഹാസ്യനാകുമോ എന്ന് നിങ്ങളൊന്ന് സ്വയം ആലോചിക്കണം. അപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർക്ക് സ്പോട്ടിൽ തന്നെ ഒരു റിയാക്ഷൻ കൊടുത്തുകൂടാ? നിങ്ങൾ എന്ത് ഇടപെടലാണ് നടത്തിയത്? ഞങ്ങളെ ഭയന്നിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ വെടിനിർത്തിയതെന്ന് പറയാൻ എന്തുകൊണ്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്ക് കഴിയുന്നില്ല? എൻ്റെ പൊന്ന് അഖിൽ മാരാരെ, ഇത് ഏതെങ്കിലും സിനിമേൻ്റെ സ്ക്രിപ്റ്റാണോ? അഖിൽ മാരാർ ഈ സംസാരിക്കുന്നത് അമേരിക്കയുടെ പ്രസിഡന്റിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അമേരിക്കയുടെ പ്രസിഡന്റിനെ കുറിച്ച്. അമേരിക്കേൻ്റെ പ്രസിഡന്റിനെ അഖിൽ മാരാർ കമ്പയർ ചെയ്യുന്നത് ഏതോ ഒരു തള്ളൻ ഇരുന്ന് തള്ളാൻ വേണ്ടി വന്നു. അപ്പോൾ ഈ പെട്ടിക്കടേൻ്റെ മുന്നിലൊക്കെ രണ്ടാൾ അടി ഉണ്ടാക്കുമ്പോൾ വേറൊരാൾ വന്നിട്ട് മീഡിയേഷൻ ചെയ്യുമല്ലോ സിനിമയിലൊക്കെ, അതുപോലെ വന്ന ഒരുത്തൻ എന്നാണ് പറയുന്നത്. ആൻഡ് ഇന്ത്യനെയും പാകിസ്ഥാനെയും നിങ്ങൾ കാണുന്നത് ലോകത്തെ ഏതോ രണ്ട് വെട്ടിക്കട അല്ലേ? അങ്ങനെയാണോ? ഇന്ത്യയുടെ പൊസിഷൻ എന്താ ലോകത്തിന് മുന്നിൽ? ഇത്രയും ജയൻ്റ് ആയിട്ടുള്ള ഇന്ത്യ, ഓക്കെ, ഒരു മീഡിയം റേഞ്ചിലോ അല്ലെങ്കിൽ അതിൻ്റെ താഴെയോ നിൽക്കുന്ന ഒരു പാകിസ്ഥാൻ. പക്ഷേ ഇന്ത്യയുടെ പൊസിഷൻ എന്താ? ആ പൊസിഷനിൽ നിൽക്കുന്ന ഇന്ത്യ ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ഒരു അടി അട്ടിക്കാൻ പോവുക പാകിസ്ഥാൻ എന്ന് വിചാരിച്ചു. അത് ലോകത്തെ എല്ലായിടത്തും ഒരു എഫക്റ്റ് ഉണ്ടാക്കും. അപ്പം നമ്പർ 1 എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളും ഇൻവോൾവ് ആവും. ആൻഡ് എസ്പെഷ്യലി നമ്മുടെ രാജ്യമായിട്ട് ഇപ്പം അമേരിക്ക ആണെങ്കിലും റഷ്യ ആണെങ്കിലും ഒക്കെ നല്ല ടേംസിലാണ്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരിടപെടൽ വരില്ലേ? ആൻഡ് അങ്ങനെ ഒരു ഇടപെടൽ വന്നു. ഓക്കെ,
ആ ഒരു ഇടപെടൽ വന്നതിന് ശേഷം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഉടനടി പ്രൈം മിനിസ്റ്റർ റിയാക്ട് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ സീക്രട്ട് ഏജൻറ്റ് ചാനലൊന്നും അല്ലല്ലോ ഇന്ത്യൻ്റെ പ്രൈം മിനിസ്റ്റർ ചാടിക്കയറി ഇരുന്നിട്ട് ഒരു ഫോൺ ഓണാക്കി വെച്ചിട്ട് കടന്നു പോടാ അമേരിക്ക പുറത്ത് എന്ന് പറയാൻ ആണോ? സിനിമ കഥ എഴുതാം, പക്ഷെ അത് ഇതേപോലെ ലൈവിൽ വന്ന് വിളിച്ചു പറയുമ്പോൾ കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ കുറച്ചും കൂടി സോളിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും പറയുകയൊക്കെ ചെയ്യണം. കുറച്ചും കൂടിയൊക്കെ പ്രൂഫൊക്കെ വെച്ച് കുറച്ചും കൂടി ഒന്ന് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനം പറഞ്ഞാൽ രസമുണ്ട്. ഇത് ചുമ്മാ കയറി വന്നിട്ട് അയ്യോ ബാക്കി കൂടി കാണട്ടെ. ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണമോ എന്ന് ചോദിച്ചാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനമൊക്കെ കൊള്ളും. പക്ഷെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേര് കേട്ടാൽ അഭിമാനം കൊള്ളുന്ന സാഹചര്യത്തിലല്ല ഇന്ന് തീരുമാനമെടുത്തത് എന്നത് ഏതൊക്കെ സംഖ്യകൾ ഏതൊക്കെ രീതിയിൽ എതിർത്താലും ഉള്ളിൽ തട്ടി അഭിമാനത്തോടെ തന്നെ പറയാൻ പറ്റും. ഏത് രീതിയിൽ ചിന്തിച്ചാലും നരേന്ദ്രമോദിയുടെ നെഞ്ചളവിനേക്കാളും കരുത്ത് ഇന്ദിരാഗാന്ധിയുടെ തീരുമാനങ്ങൾക്ക് തന്നെ ആയിരുന്നുവെന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത് ഇന്ദിരാഗാന്ധിയോട് പ്രത്യേക സ്നേഹമുണ്ടായിട്ടൊന്നുമല്ല, അവരെടുത്ത തീരുമാനങ്ങൾ കൊണ്ടാണ്. ആരുമില്ലാതിരുന്നൊരു സമയത്ത് അമേരിക്ക ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ സമയത്ത് വരൂ ഞങ്ങൾ അവിടെ അറബിക്കടലിൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്ന് അമേരിക്കൻ നാവികസേനയ്ക്ക് മെസ്സേജ് അയച്ച ഇന്ദിരാഗാന്ധിയുടെ പവർഫുൾ ആയിട്ടുള്ള തീരുമാനം. അവരൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇന്ത്യയുടെ സൈനികരെ കൊന്നു എന്ന വാർത്ത അവരിലേക്ക് എത്തുന്നത്. ആ സമയത്ത് ഇന്ത്യ ഡിക്ലെയർ വാർ അഗൻസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയാൻ ആത്മധൈര്യം കാണിച്ച ഒരു പ്രധാനമന്ത്രി. ബംഗ്ലാദേശിലുള്ള ആൾക്കാർ പലായനം ചെയ്ത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത, പിന്നീട് റഷ്യ പിന്തുണച്ചോ ഇല്ലയെന്നുള്ളതല്ല, നമ്മുടെ അടുത്തേക്ക് ആര് പിന്തുണ ഉണ്ടാവത്തില്ലോ നോക്കിയിട്ടല്ലോ തീരുമാനമെടുത്തത്. തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആത്മാഭിമാനം വേണം, ചങ്കുറപ്പ് വേണം. ആ ചങ്കുറപ്പ് നരേന്ദ്രമോദിയെക്കാളും ഉള്ളത് ഇന്ദിരാഗാന്ധിക്ക് തന്നെയാണെന്ന് അഭിമാനത്തോടെ പറയുന്നത് ഇന്നത്തെ ഈ ഒരൊറ്റ തീരുമാനം കൊണ്ടാണ്. ഓക്കെ, ഇന്ദിരാഗാന്ധി അടിപൊളിയാണ്. 1971 സിറ്റുവേഷൻസ് ഇപ്പോൾ അഖിൽ ഇരുന്ന് പറയുമ്പോൾ അഖിലൊരു പ്രോപ്പർ കോൺഗ്രസ്സുകാരൻ്റെ ഒരു വേവ് ലെങ്ത്തിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പുറത്തെ ടീമിന് സംഖ്യകൾക്ക് വേറൊരു വേർഷനും കാണും, അല്ലെങ്കിൽ അത്യാവശ്യം ഹിസ്റ്ററി അറിയുന്ന അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ കുറച്ചും കൂടി കീനായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകൾക്കും വേറൊരു ഒപ്പീനിയൻ മേ ബി ഇതിൽ കാണും. അഖിൽ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് റഷ്യയുടെ ഒരു സഹായത്തിനെ കുറിച്ചിട്ട്. അത് വളരെ ലൈറ്റായിട്ടാണ് അഖിൽ പറയുന്നത്. ഇപ്പോൾ അമേരിക്കയുടെ ഒരു ഇൻവോൾവ്മെൻറ്റും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് കുറച്ചും കൂടി എക്സാജറേറ്റഡ് സാധനമായിട്ട് അഖിൽ പറഞ്ഞ് വേറൊരു സ്കീമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് 1971 പ്രോപ്പർ വാറാണ്, യുദ്ധമാണ്. ഇന്ന് അങ്ങനെ ഒരു യുദ്ധം ഡിക്ലെയർ ചെയ്തിട്ടില്ല, ഒരു ഫുൾ ഫ്ലെഡ്ജ് സാധനം ഡിക്ലെയർ ചെയ്തിട്ടില്ല. അവരിവിടെ വന്ന് ഭീകരാക്രമണം നടത്തിയതിന് നമ്മൾ അങ്ങോട്ട് തിരിച്ചടിച്ചു. ആ തിരിച്ചടിയിൽ നിന്ന് അവർക്ക് ഉണ്ടായ അവരുടെ മാനഹാനി ഒന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, ഇങ്ങോട്ട് കുറേ സാധനങ്ങൾ ഏറുപടക്കം എറിഞ്ഞു. നമ്മൾ രാഹുൽ ദ്രാവിഡ് ഡിഫെൻഡ് ചെയ്യുന്ന മാതിരി ഡിഫെൻഡ് ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് സേവാഗ് 6 അടിക്കുന്ന മാതിരി അവിടെ പോയിട്ട് 6 അടിച്ച് തിരിച്ച് പോരും ചെയ്തു. നമ്മുടെ രാജ്യം പ്രോപ്പറായിട്ടാണ് വർക്ക് ചെയ്തത്, അല്ലേ? പ്രോപ്പറായിട്ട്. ഇപ്പം എന്നെപ്പോലുള്ളവർക്ക് പാകിസ്ഥാനെ വെട്ടി നുറുക്കി തീർത്ത് കളയാമെന്ന് മനസ്സിനകത്തുണ്ട്. പക്ഷേ ഒരു രാജ്യം എങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത്, ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ മാതൃകയായിട്ട് നിൽക്കുന്ന നമ്മുടെ രാജ്യം ഇപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് എന്താ? അവിടുത്തെ ഭീകരരുടെ ഹൈഡ് ഔട്ട്സ്, അവരുടെ ഇൻക്യുബേറ്റേഴ്സ്, അവരുടെ ട്രെയിനിങ് ഫെസിലിറ്റീസ്. നാളുകളിൽ നമ്മളെ രാജ്യത്തേക്ക് ഇതേപോലെ ഒരുത്തനും വരരുത്, അല്ലെങ്കിൽ അവിടുത്തെ ഭീകരത തൊലയ്ക്കും എന്ന് പറഞ്ഞിട്ടാണ്. ഈ കാര്യത്തിൽ രണ്ട് കൂട്ടരും ചെയ്തു ഒന്നല്ലേ. 1971 ഇന്ദിരാഗാന്ധി ഡിക്ലെയർ ചെയ്ത് യുദ്ധം ചെയ്തു. ഇതിവിടെ ഡിക്ലെയർ ആയിട്ടില്ല. അതിൻ്റെ മുന്നെന്താ എന്തായി? എൻ്റെ അറിവിൽ ഇവിടെ ഇറ്റ്സ് എ വാർ സോൺ ഒന്നും അല്ലെങ്കിൽ ഒരു വലിയ വാർ എന്നൊന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല. അപ്പം ഈ രണ്ട് സിറ്റുവേഷനും നിങ്ങൾ എടുത്തു വെച്ച് കൊണ്ടുവരുന്നതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോൺഗ്രസിൻ്റെ ഒരു ഹെവി PR ഡൗട്ട് എനിക്ക് ഇതിനകത്ത് കയറി വരുന്നത് ഈ സിറ്റുവേഷനിൽ. ഓക്കെ, ആൻഡ് ഇനി 1971 നോക്കണമെങ്കിൽ നമുക്ക് നോക്കാം. 1971 ഏപ്രിൽ അവസാനത്തോടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി നമ്മുടെ അന്നത്തെ സൈനിക മേധാവി ജനറൽ സാം മനേക്ഷയോട് പാകിസ്ഥാനുമായിട്ട് യുദ്ധത്തിന് തയ്യാറാണോ എന്ന് ചോദിച്ചു. കിഴക്കൻ പാകിസ്ഥാനിൽ മഴക്കാലം ആരംഭിച്ചതും സൈനിക ടാങ്കുകൾ പുനഃസ്ഥാപിച്ചതും ചൂണ്ടിക്കാട്ടി അന്ന് സാം മനേക്ഷ യുദ്ധത്തിന് തയ്യാറല്ല എന്ന് പറഞ്ഞു. മനേക്ഷയുടെ സ്വന്തം സ്വകാര്യ വിവരണത്തിൽ പറഞ്ഞ കാര്യങ്ങളാണിത്. അദ്ദേഹം രാജിവെക്കുകയാണ്. എന്നിട്ട് നമ്മുടെ സൈനിക മേധാവി അന്ന് രാജിവെക്കുകയാണ്. ഇന്ദിരാഗാന്ധി അത് നിരസിച്ചു.
കാരണം അദ്ദേഹം രാജിവെച്ചാൽ കാര്യങ്ങൾ ആകെ കുഴയും. ഇന്ദിരാഗാന്ധിയെ ആവശ്യപ്പെടുന്നത് പോലെ ഒരു യുദ്ധം ചെയ്യാൻ അന്ന് കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സൈനിക മേധാവിയായ തന്റെ നിബന്ധനകൾക്ക് വിധേയമായിട്ട് സംഘർഷത്തിന് തയ്യാറെടുക്കാൻ അനുവദിച്ചാൽ വിജയം ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അതിനുള്ള തീരുമാനങ്ങൾ സൈന്യമെടുക്കുന്നു, തീയതി നിശ്ചയിക്കുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ വ്യവസ്ഥകളും ഇന്ദിരാഗാന്ധി അംഗീകരിക്കുന്നു. 71 യുദ്ധത്തിൽ ജനറൽ സാം മനേക്ഷായുടെ ആ ഒരു ബ്രില്യൻസ് വളരെയധികം നമ്മൾ അഭിനന്ദിക്കേണ്ട കാര്യമാണ്. ഇന്ന് വലിയ രീതിയിൽ വീമ്പ് പറയുന്നുണ്ടല്ലോ പലരും. അന്ന് ഈ തിരിച്ചടിക്ക് വൈകിയിരുന്നു ഇന്ത്യ. അതായത് യുദ്ധം ചെയ്യാനായിട്ട് എപ്പോഴും നമുക്ക് എടുത്തുചാടി യുദ്ധം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാന്റെ ഭീകരാക്രമണം വന്നതിന് ശേഷം തിരിച്ചടിക്കാൻ സമയമെടുത്തതുപോലെ അന്നും സമയമെടുത്തു. ഇനി യുദ്ധത്തിന്റെ സമയത്ത് അമേരിക്കയെ വെല്ലുവിളിച്ച ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പറയുന്നുണ്ട്. അന്നത്തെ ശീതയുദ്ധകാലത്ത് ചേരിചേരാ നയം സ്വീകരിച്ചെങ്കിലും ഇന്ത്യ സോവിയറ്റ് യൂണിയനൊപ്പമായിരുന്നു എന്നത് എല്ലാവർക്കും അറിയാം. അന്ന് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന റിച്ചാർഡ് നിക്സണും അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും തമ്മിൽ ഒട്ടും സ്വരച്ചേർച്ചയിലായിരുന്നില്ല എന്നതും അറിയാം. അതൊരു മികവായിട്ടൊന്നും ആരും പറയരുത്. ഇന്ന് നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് നല്ല റിലേഷനാണുള്ളത്. 71 അങ്ങനെയല്ല, വളരെ മോശമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള റിലേഷൻ. അതുകൊണ്ട് ഇന്ത്യക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. അങ്ങനെ ചിന്തിച്ചാൽ ഇതാ ഉത്തര കൊറിയയുടെ കിം ജോങ് ഉൻ അമേരിക്കയെ വെല്ലുവിളിക്കുന്ന പോലെ ചൈനയ്ക്ക് പോലും വെല്ലുവിളിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇറാന്റെ പ്രസിഡന്റ് അമേരിക്കയെ വെല്ലുവിളിക്കുന്ന പോലെ ചൈനയ്ക്ക് പോലും വെല്ലുവിളിക്കാൻ പറ്റില്ല. അപ്പോ തിരിഞ്ഞും പിരിഞ്ഞും നോക്കാത്ത അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത രാജ്യങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. 1971 സിറ്റുവേഷൻ ഇപ്പം എടുത്തു കൊണ്ടുവന്ന് വെച്ച് പാർട്ടിക്ക് വേണ്ടി, പാർട്ടിയുടെ ബെനിഫിറ്റ്സിന് വേണ്ടി സംസാരിക്കുമ്പോൾ അഖിൽ മാരാറിനെ പോലുള്ള കോൺഗ്രസിൻ്റെ മൗത്ത് പീസുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം, പ്രോപ്പറായിട്ടുള്ള ക്വസ്റ്റ്യൻ. അഖിൽ മാരാറിൻ്റെ തന്നെ വീഡിയോയിൽ ചോദിക്കുന്നുണ്ട്, അവിടെ വന്ന് ഭീകരാക്രമണം നടത്തിയ 6 പേരെവിടെ? നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ആൻഡ് ഇൻ്റലിജൻസ് ഫെയിലിയർ ഉണ്ടായെങ്കിൽ അതെങ്ങനെ സംഭവിച്ചു? ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അങ്ങനെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ ചോദിക്കാം. അല്ലെങ്കിൽ സിനിമാറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോയാൽ ദർ ഈസ് നോ യൂസ്. പിന്നെ ഇതൊക്കെ കൊണ്ടുപോയിട്ട് ഹിസ്റ്ററിയിലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ തിരിച്ചും പല ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. ഓക്കെ. കുറച്ചും കൂടി ഞാൻ പറഞ്ഞല്ലോ, കുറച്ചും കൂടി ലോജിക്കുള്ള സാധനങ്ങളായിരുന്നെങ്കിൽ നന്നായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. ഇത് നോർമലി ഞാൻ കണ്ടിട്ടുള്ള അഖിൽ മാരാറിൻ്റെ ഒരു ഫേസ് അല്ല. ദിസ് ഈസ് മച്ച് ലൈക്ക് കോൺഗ്രസിൻ്റെ മൗത്ത് പീസ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ ഇതിനു മുൻപ് സൈനികർ കൊല്ലപ്പെട്ടു, ഉറിയിലും പത്താംകൂട്ടിലും. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ തിരിച്ച് സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. നമ്മൾ അങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്ന സമയത്ത് പാകിസ്ഥാൻ എന്ത് ചെയ്യണം? ഭയപ്പെടണം. ഇനി ഇങ്ങനെ ഒരു അറ്റാക്ക് ഇന്ത്യയുടെ മേളിൽ എടുക്കണമെങ്കിൽ അവൻ പല പ്രാവശ്യം ചിന്തിക്കണം. ഇന്ത്യ പോലൊരു രാജ്യത്തിനോട് ഞങ്ങൾ ഇനിയൊരു യുദ്ധം ചെയ്യണോ വേണ്ടയോ, അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ രാജ്യത്തെ ഒരു പൗരന്റെ ശരീരത്തിൽ തൊടണോ വേണ്ടയോ എന്നൊരു തീരുമാനം പാകിസ്ഥാൻ പലതവണ ആലോചിച്ച് വേണം എടുക്കാൻ. പക്ഷേ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിൽ പാകിസ്ഥാൻ ഭയപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? അവൻ ഒരു രീതിയിലും ഭയപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അവൻ സൈനികരെ മാറ്റിവെച്ചിട്ട് ഇന്ത്യയിലെ സാധാരണ മനുഷ്യരെ, നിരാലംബരായ നിരായുധരായ സാധാരണ മനുഷ്യരെ, ടൂറിസത്തിന് പോയ ഒന്നും അറിയാതെ ഒരു സംസ്ഥാനത്ത്, ഇന്ത്യയിലെ ഒരു മണ്ണിൽ, ഇന്ത്യയുടെ മണ്ണിൽ ജീവനും സ്വത്തിനും ഇന്ത്യൻ സർക്കാർ സംരക്ഷണം കൊടുക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെ വിനോദത്തിന് വേണ്ടി പോയ 27 പാവങ്ങളെ പാകിസ്ഥാൻ വെടിവെച്ചു കൊന്നു. ഇത് പാകിസ്ഥാനാണോ ഭീകരവാദികളാണോ എന്നുള്ളത് അടുത്ത കാര്യം. ഓക്കെ, പാകിസ്ഥാൻ ഭീകരവാദികളൊന്ന്, അതായത് അവരാണ് ചെയ്തത്, പാകിസ്ഥാൻ ഫണ്ടഡ് ഭീകരാക്രമണം. പിന്നെ ഈ പറയുന്ന പോലെ പേടിച്ചില്ലേ? അന്ന് തിരിച്ചടി ഉറുക്കി കൊടുത്തിട്ടും ഇവരെന്തുകൊണ്ട് പേടിച്ചില്ല? അങ്ങനെയാണെങ്കിൽ 1971 വാർ കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യനെ പേടിക്കാഞ്ഞ്? അന്ന് ആ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായിരുന്നു. ഇതിപ്പോൾ തിരിച്ച് ഇങ്ങനെ ലൈക്ക് ഒരു സാധനം നിങ്ങൾ മറച്ചിടുന്നുണ്ട്. ആ സാധനം പൊളിറ്റിക്കലി മറച്ചിടുമ്പോൾ തിരിച്ച് അവിടുന്ന് കുറേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരില്ലേ? നിങ്ങൾ എന്തിനാണ് ഈ സാധനം അങ്ങനെ ഇക്വേറ്റ് ചെയ്ത് പിടിച്ച് കൊണ്ടുപോകണേ? അവിടെയാണ് ഞാൻ പറഞ്ഞ രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ടുള്ള സംസാരം എന്നുള്ളത്. ഇപ്പം ഈ പറഞ്ഞ പോലെ പാകിസ്ഥാൻ പേടിച്ചില്ല, പാകിസ്ഥാൻ പേടിച്ചോ, ഇപ്പം നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ട് പാകിസ്ഥാൻ പേടിച്ചോ? ബ്ലഡി പാകിസ്ഥാന് ബുദ്ധിയും ബോധവും ഇല്ല, അന്തം വിട്ട ടീംസാണ്. അവർക്ക് അവരുടെ രാജ്യത്തിനോടും സ്നേഹമില്ല, രാജ്യത്തുള്ള ആൾക്കാരോടും സ്നേഹമില്ല. അവിടുത്തെ പട്ടാളക്കാർ വേറെ, അവിടുത്തെ രാഷ്ട്രീയക്കാർ വേറെ. രാഷ്ട്രീയക്കാർക്ക് പട്ടാളക്കാരോടും ഇല്ല, പട്ടാളക്കാർക്ക് രാഷ്ട്രീയക്കാരോടും ഇല്ല. അവരെ തലയ്ക്കകത്ത് ആകെ ഉള്ളത് ഈ ഒരു തീവ്രവാദ മെൻറ്റാലിറ്റി മാത്രം. ഇന്ത്യ തീർക്കണം എന്നുള്ള തീവ്രവാദ മെൻറ്റാലിറ്റി വെച്ച് ഇങ്ങനെ നടക്കുക. അങ്ങനെ നടക്കുന്ന ആൾക്കാർ എങ്ങനെ പേടിക്കും? അവർക്ക് ആരുടെയെങ്കിലും ഒരു സഹായം കിട്ടിയാൽ അവർ കയറിയിടിക്കും. ആ സഹായം എവിടെ നിന്ന് വന്നു? എന്തിനു വന്നു? ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇതൊക്കെ അസസ് ചെയ്തിട്ടല്ലേ സംസാരിക്കണ്ടേ?
അതിനും അവരെങ്ങനെയൊക്കെ വന്നിരുന്ന് ഇങ്ങനെ പറയുകയാണ്. ഇതും കൂടി ഒന്ന് കാണണം. എന്തോ അമേരിക്കൻ കപ്പലുകൾ വന്നപ്പോൾ ഇന്ത്യയാണോ അതിനെ ചെറുത്ത് തോൽപ്പിച്ചത്? വലിയ വീരവാദമൊക്കെ പറയുമ്പോഴേ നമ്മളെങ്കിൽ ചരിത്രത്തിലേക്ക് പോകേണ്ടി വരും. അമേരിക്കയുടെ നേതൃത്വത്തിൽ വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS എന്റർപ്രൈസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടാസ്ക് ഫോഴ്സ് ഇന്ത്യയിലേക്ക്, ബംഗാൾ ഉൾക്കടലിലേക്ക് വരികയാണ്. ഇതിന്റെ ഒപ്പം തന്നെ അന്ന് ഈ റഷ്യയുടെ ചില ഡോക്യുമെന്റ്സ് പ്രകാരം UK വിമാനവാഹിനി കപ്പലായിട്ടുള്ള HMS ഈഗിളിന്റെ നേതൃത്വത്തിലും ഒരു കാരിയർ യുദ്ധ സംഘം ഉൾക്കടലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് അതിനെ നേരിട്ടത് ഇന്ത്യൻ നേവി ആണോ അല്ലെങ്കിൽ ഇന്ത്യൻ മിലിറ്ററി ആണോ? അല്ലല്ലോ. അന്ന് ഇന്ദിരാഗാന്ധി സോവിയറ്റ് യൂണിയന്റെ സഹായം തേടിയോ ഇല്ലയോ? അമേരിക്കയെ അന്ന് നേരിട്ടത് സോവിയറ്റ് യൂണിയനാണ്. സോവിയറ്റ് നാവികസേന ഇന്ത്യയിലേക്ക് 2 കൂട്ടം ക്രൂയിസറുകളും ഡിസ്ട്രോയറുകളും അയക്കുകയാണ്. കൂട്ടത്തിൽ ഒരു ആണവ അന്തർവാഹിനി കൂടി ഉണ്ടായിരുന്നു. ഇത് ഇന്ത്യയുടെ ബംഗാൾ ഉൾക്കടൽ ഭാഗത്തേക്ക് എത്തുകയും അമേരിക്കൻ കപ്പലുകളെ തടയുകയും ചെയ്യുകയാണ്. സോവിയറ്റ് യൂണിയനുമായിട്ട് നേരിട്ടൊരു യുദ്ധം ഒഴിവാക്കാനാണ് അന്ന് അമേരിക്ക ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇടപെടാതെ പിന്തിരിഞ്ഞത്. ഇന്ന് ന്യായമായും വേണമെങ്കിൽ ഇങ്ങനെ ചോദിച്ചുകൂടെ, ഇന്ത്യൻ നേവിയെയും അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തെയും വിശ്വാസമില്ലാതെ സോവിയറ്റ് യൂണിയന്റെ സഹായം തേടിക്കൊണ്ട് ഇന്ദിരാഗാന്ധി ഇന്ത്യയെ അന്ന് സത്യത്തിൽ അപമാനിക്കുകയല്ലേ ചെയ്തത്? ഏനിരിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾക്കും അഖിൽ മാരാറിനെ പോലുള്ള ആളുകൾ ഈ പറഞ്ഞ പാർട്ടി മൗത്ത് പീസായിട്ട് വന്ന് സംസാരിക്കുമ്പോൾ തിരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് കാര്യങ്ങൾ മാറും. അവിടെ ആളുകൾ കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ. പിന്നെ കുറേ ഈ പറഞ്ഞ പോലെ സിനിമാറ്റിക് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ. ഇയാൾ ട്രംപ് ആരടെ ഇത്രയും ചെറിയ ഇഷ്യൂവിൽ ട്രംപ് ഇടപെടും. ഇത് ചെറിയ ഇഷ്യൂ ആണോ അഖിലേ? ഇത് ചെറിയ ഇഷ്യൂ ആണോ? ഇത്രയും വലിയൊരു എസ്കലേഷനിൽ കാര്യങ്ങൾ പോകുമ്പോൾ ഇന്ത്യനെ തന്നെ ചെറുതാക്കി കാണുന്ന രീതിയിലുള്ള ഇത് ചെറിയൊരു ഇഷ്യൂയിലേക്ക് അമേരിക്ക എന്തോ വലുതാണെന്നാണോ അഖിൽ പറയുന്നത്? കമോൺ. വെടിവെച്ച് പോകുന്നത് ഭീകരവാദികളാണ്. നമ്മൾ അവരെ തിരിച്ച് 14 ദിവസങ്ങൾക്ക് ശേഷം അറ്റാക്ക് ചെയ്തു. 14 ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഭീകരവാദികളെ കൊല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് തീരുമാനിക്കാം? പാകിസ്ഥാൻ ഇങ്ങനെ പറയുകയാണ്, ഇന്ത്യയിലെ 27 സാധാരണക്കാരായ പൗരന്മാർ മരിച്ചതിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. ഈ രാജ്യത്ത് ഞങ്ങളുടെ പിന്തുണയില്ലാതെ ഈ രാജ്യത്ത് ചില ഭീകരവാദികൾ ചെയ്ത പ്രവർത്തനത്തിന് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് യാതൊരു പങ്കുമില്ല എന്ന് പാകിസ്ഥാൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പാകിസ്ഥാനോട് യുദ്ധം ചെയ്തതെന്ന് മാത്രമല്ല പാകിസ്ഥാനുമായി സൗഹൃദത്തിൽ പോകണം. കാര്യം അവർ ഭീകരവാദികളെ തള്ളി പറയുകയാണെങ്കിൽ. പക്ഷെ എന്താ സംഭവിച്ചത്? ഇന്ത്യ ഭീകരവാദികളെ കൊന്നൊടുക്കി. ഈ കൊന്നൊടുക്കിയ ഭീകരവാദികൾക്ക് അവർ നൽകിയ ആദരവ് ആ രാജ്യത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ, ആ രാജ്യത്തിന്റെ പട്ടാള മേധാവിമാർ ഉൾപ്പെടെ, ആ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഉൾപ്പെടെ വന്നിരുന്നിട്ട് വലിയ ആദരവ് നൽകി ഈ ഭീകരവാദികളെ യാത്രയച്ചു. അവർ ഈ ഭീകരവാദികളെ ഇന്ത്യ കൊന്നപ്പോൾ പേടിച്ചോ? ഇന്ത്യ ഇവർ പേടിച്ചെന്നാണോ നിങ്ങൾ കരുതിയത്? അങ്ങനെ പേടിച്ചെങ്കിൽ ഇന്ത്യയിലെ സാധാരണക്കാരായ 15 പേരെ രാത്രിക്ക് രാത്രി കൊല്ലാൻ പാകിസ്ഥാൻ എവിടുന്ന് ധൈര്യം കാണിക്കും? വെറുതെ വായി തോന്നുന്ന ഡയലോഗ് അടിക്കുന്ന സംഘികളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയെ പാകിസ്ഥാൻ ഒരു പേടിയുമില്ല, നരേന്ദ്രമോദിയെ ഒരു പേടിയുമില്ല എന്നതിന്റെ ഏറ്റവും ഉദാഹരണം തന്നെയാണ് ഇന്ത്യ പാതിരാത്രി കയറി ഭീകരനെ കൊന്നപ്പോ ഇന്ത്യയിലെ 15 സാധാരണക്കാരനെ രാത്രിക്ക് രാത്രി കയറി പാകിസ്ഥാന് തിരിച്ചു കൊല്ലാൻ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തിന് അവൻ ഒരു വിലയും കൊടുക്കുന്നില്ല എന്ന് നീയൊക്കെ മനസ്സിലാക്കണം. നമ്മൾ ഭീകരരെ അടിച്ചിട്ട് തിരിച്ചു വന്നു, അവൻ വീണ്ടും ഇവിടെ വന്ന് 15 സാധാരണക്കാരനെ കൊന്നു. അവിടെ കൊണ്ട് അവൻ നിർത്തിയോ? അവൻ അവിടെ കൊണ്ട് നിർത്തിയില്ല. അവൻ വീണ്ടും ഇന്ത്യയെ നിരന്തരം ആക്രമിച്ചു. ഇന്ത്യ IPL ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നിർത്തിവെച്ചു. സാമ്പത്തികമായിട്ട് മറ്റൊരു വലിയ നഷ്ടമാണ് IPL പോലൊരു വലിയ മഹാമേള, വലിയ കായികമേള ഇല്ലാതാക്കുമ്പോൾ ചെയ്യുന്നത്. IPL പോലുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ഇത്രയും വലിയൊരു സെറ്റപ്പ് ഇല്ലാതായി ഈ ഒരു പ്രശ്നം കാരണം ഇല്ലേ? അതിലേക്ക് നമുക്കൊന്ന് പോകണം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യക്ക് വരാവുന്ന സാമ്പത്തിക നഷ്ടങ്ങളെ കുറിച്ചുള്ള ഒരു സംഗതി നമുക്ക് എടുത്തു വെച്ച് നോക്കണം. പക്ഷെ അതിന് മുമ്പ് ഇപ്പം ഈ പറഞ്ഞ പോലെ പാകിസ്ഥാൻ പേടിച്ചോ, പാകിസ്ഥാനെ പേടിപ്പിച്ചോ, എന്തുകൊണ്ട് പാകിസ്ഥാനെ പേടിപ്പിച്ചില്ല, അന്ന് നടത്തിയ അറ്റാക്ക് ഒന്നും പാകിസ്ഥാന് പേടിയായില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് അഖില് ഈ ഒരു കാര്യം കൂടി ഒന്ന് കേൾക്കണം. 1971 ആണല്ലോ ഇപ്പോൾ ഭയങ്കരമായിട്ട് രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാവരും പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ എടുത്തു തുടർന്ന് വെച്ചിട്ട് PR അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്ന് കേൾക്ക്. അമേരിക്കൻ നേവിയെ ഇന്ത്യൻ നേവി നേരിടുമായിരുന്നല്ലോ എന്ന് വേണമെങ്കിൽ ഇന്ന് ചിന്തിച്ചൂടെ? അന്ന് യുദ്ധത്തിന് ശേഷം നമ്മൾ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ പാകിസ്ഥാന് വിട്ടുകൊടുക്കാൻ ഇന്ത്യ തീരുമാനിച്ചു. പിടികൂടിയ പട്ടാളക്കാരെ വിട്ടുകൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചു. യാതൊന്നും തിരിച്ചാവശ്യപ്പെടാതെ. എന്തുകൊണ്ടാണ്? അമേരിക്ക ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രഷർ കാരണമാണ്. അല്ലെങ്കിൽ അത്രയും വലിയ ഉരുക്ക് വരുതയും ധീരയുമായിരുന്നു ഇന്ദിരാഗാന്ധി എങ്കിൽ എന്തുകൊണ്ടാണ് പിടിച്ചെടുത്ത എല്ലാ സ്ഥലങ്ങളും പാകിസ്ഥാന് തിരിച്ചു കൊടുത്തത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോ എന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും തമ്മിൽ നടത്തിയ ചർച്ച എന്തായിരുന്നു? നമുക്കറിയില്ല.
അന്ന് ഇന്ത്യ പിടിച്ചെടുത്ത എല്ലാ സ്ഥലവും വിട്ടുകൊടുത്തു. ഒരു ഗുഡ് വില്ലിന്റെ ഭാഗമായിട്ട്, ലോങ് ടേം പീസിന് വേണ്ടിയിട്ട്. ഇത് പാകിസ്ഥാനെ ഭയന്ന് ചെയ്തതാണോ അതോ അമേരിക്കയെ ഭയന്ന് ചെയ്തതാണോ പിടിച്ചെടുത്ത എല്ലാ സ്ഥലവും വിട്ടുകൊടുത്തത്? അങ്ങനെ ഒരു കീഴ്വഴക്കം എവിടെയാണുള്ളത്? 1962 ഇന്ത്യയുടെ പ്രദേശങ്ങൾ ചൈന പിടിച്ചെടുത്തു. അക്സായി ചിഹ്നം എന്ന് പേരിട്ട് വെച്ചിരിക്കുകയാണ്. അത് അവർ നമുക്ക് തിരിച്ചു തന്നോ? യുദ്ധം അവസാനിപ്പിച്ചപ്പോ, വെടിനിർത്തൽ ഉണ്ടായപ്പോൾ നമുക്ക് തിരിച്ചു തന്നോ? ഇല്ലല്ലോ. പക്ഷെ ഇന്ത്യ എന്തിനാണ് 1971 പിടിച്ചെടുത്ത സ്ഥലം പാകിസ്ഥാന് വിട്ടുകൊടുത്തത്? അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ ധൈര്യവും തന്റെ ഇടവും ഒക്കെ എവിടെ പോയി? അമേരിക്ക ചെയ്യാനുള്ളത് ചെയ്, പാകിസ്ഥാൻ ചെയ്യാനുള്ളത് ചെയ്, ഞങ്ങൾ വിട്ടുതരില്ല, ഞങ്ങളുടെ ജവാന്മാർ ജീവൻ കൊടുത്ത് പിടിച്ചെടുത്ത സ്ഥലമാണ്, ഇത് തരില്ല. ഇനി അഥവാ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാക് അധീന കാശ്മീർ മുഴുവനായി ഇങ്ങോട്ട് താ എന്ന് ഉരുക്കു വനിത എന്തുകൊണ്ടാണെന്ന് ആവശ്യപ്പെടാത്തത്? 93,000 പട്ടാളക്കാരാണ് ഇന്ത്യയുടെ പിടിയിലുണ്ടായിരുന്നത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ ഒരു യുദ്ധവും ഏറ്റവും അധികം പിടിയിലായ പട്ടാളക്കാരും. ഇന്ത്യൻ പട്ടാളക്കാര് ജീവൻ കൊടുത്ത് നേടിയെടുത്ത വിജയം അടച്ചിട്ട മുറിയിലെ ചർച്ചയിൽ നിഷ്പ്രഭമായി പോയില്ലേ? യുദ്ധത്തിൽ നമ്മൾ വിജയിച്ചു എന്ന് പറയുമ്പോൾ തന്നെ യാതൊന്നും പ്രതിഫലമായി കിട്ടാതെ പിടികൂടിയ എല്ലാ സൈനികരെയും വിട്ടുകൊടുക്കുന്നു, പിടിച്ചെടുത്ത സ്ഥലങ്ങളെല്ലാം വിട്ടുകൊടുത്ത് പഴയപടി പോയി നിൽക്കുന്നു. അപ്പോൾ പിന്നെ ആ യുദ്ധം കൊണ്ട് എന്ത് നേട്ടമാണ് ഇന്ത്യക്കുണ്ടായത്? ബംഗ്ലാദേശികളാണെങ്കിൽ ഇന്ന് 71 ഇന്ത്യ സഹായിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് കിടന്ന് ചാടുകയുമാണ്. ചിക്കൻ നെക്ക് കോറിഡോർ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും ദുർബലമായ ഒരു റീജിയൻ ഉണ്ട്. ആ ഏരിയ പോലും ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് 71 യുദ്ധത്തിന് ഇന്ദിരാഗാന്ധിക്ക് കഴിഞ്ഞില്ല. ഇത്രയും ജവാന്മാർ ജീവൻ കൊടുത്തു, ഇത്രയും പണം ചെലവാക്കി വലിയൊരു യുദ്ധമാണ് നമ്മൾ ചെയ്തത്. ഇത്രയും വലിയ പട്ടാളക്കാരെ നമ്മൾ പിടികൂടി തടവുകാരായിട്ട് പാകിസ്ഥാന്റെ. എന്നിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ നെക്ക് കോറിഡോർ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനോ നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ടുള്ള ബന്ധത്തെ കൂടുതൽ ശക്തമാക്കാനോ പോലും ആ യുദ്ധത്തിൽ കഴിഞ്ഞില്ല. ആകെ ഉണ്ടായത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യത്തെ ഉണ്ടാക്കി കൊടുത്തു. ആ രാജ്യത്തിലുള്ളവർക്കാണെങ്കിൽ നമ്മളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അപ്പോൾ നമ്മൾ ചരിത്രത്തിലേക്ക് പോവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. അതെ, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 2 സിറ്റുവേഷൻ എടുത്ത് വെച്ച് അത് ഇക്വേറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രോപ്പറായിട്ടുള്ള പോയിന്റ്സ് പറയാനോ അല്ലെങ്കിൽ അതിനകത്തൊരു സിമിലാരിറ്റി കണ്ടിട്ട് സംസാരിക്കാനോ പറ്റണം. ഇത് 1971 സിറ്റുവേഷനും ഇപ്പോഴുള്ള വാർ സിറ്റുവേഷനും തമ്മിൽ ഒട്ടും മാച്ച് ആവുന്നില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് ആകെയുള്ളൊരു ഒറ്റ മാച്ചിങ് പോയിന്റ് പാകിസ്ഥാനും അതിൻ്റെ ഭീകരതയാണ്, അല്ലേ? പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഭീകരതയുടെ മുഖം 1971 എത്രത്തോളം പൊക്കിപ്പിടിച്ച് പറയുമ്പോൾ 1971 ഈ പറഞ്ഞ രീതിയിൽ പിടിച്ചെടുത്ത സ്ഥലവും അവിടുത്തെ പിടിച്ചെടുത്ത പട്ടാളക്കാരെയൊക്കെ വിട്ടാക്കി പിന്നെ ഒരു രീതിയിലും ഈ പറഞ്ഞ മതി നമുക്കൊരു ബെനിഫിറ്റും കിട്ടിയില്ല. ബംഗ്ലാദേശ് അങ്ങോട്ട് അവരെ ലിബറേറ്റ് ചെയ്ത് വിട്ടു. അവർക്കിപ്പോൾ നമ്മളെ പട്ടിപ്പൂച്ചമാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ ഇപ്പോൾ സംഭവിച്ചതെന്നുള്ള ചോദ്യം തിരിച്ചു വരില്ലേ? ഓബ്വിയസ്ലി ഇപ്പം നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്താ ഇപ്പം ഉണ്ടായത്? ഇവിടെ വന്നു ഒരു 26 പേര്. ഇവിടെ അഖിൽമാരർ പല വീഡിയോയിലായിട്ട് 27 എന്നുള്ള കണക്കാണ് പറയുന്നത്. 26 എന്നാണ് എൻ്റെ അറിവ്. 26 പേരെ ഭീകരർ വന്ന് വധിച്ചു. ഓക്കെ, ഈ ഭീകരർ വന്ന് ഇത് ചെയ്ത ആ ഭീകരതയ്ക്കെതിരെ ഇന്ത്യ തിരിച്ചടിച്ച് അതിൽ സക്സസ്ഫുള്ളായി അതിൽ നിന്ന് വരുന്ന ഈ പാകിസ്ഥാൻ്റെ മുഖം രക്ഷിക്കാനുള്ള അടവുകളാണ് ഈ പറഞ്ഞ പരിപാടികൾ. ഇതിനൊരു ഹൈപ്പർ എസ്കലേഷൻ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു പോയിന്റ് വേണം. അതായത് കയറി അടിച്ച് പരത്താനൊരു പോയിന്റ് വേണം. മനസ്സിലായോ? ഓൾറെഡി ഒരു പോയിന്റ് നമ്മൾ തീർത്തു. 26 പേരെ തീർത്തതിന് നമ്മൾ അവിടെ പോയി അവരുടെ അടിച്ച് നിരപ്പാക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനിയൊരു സാധനം നമുക്കിപ്പോൾ സീസ് ഫയർ പറഞ്ഞു, വെടിനിർത്തൽ പറഞ്ഞതിന് ശേഷം അവർ കടന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഇനിയും തിരിച്ചടിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. ഉണ്ടാതിരിക്കുന്നതല്ലല്ലോ പറയുന്നത്, തിരിച്ചടിക്കും എന്നാണ് പറയുന്നത്. അപ്പം 1971 ഈസ് എ ഡിഫറെൻറ്റ് തിങ്. 2025 ഈ നടക്കുന്നത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ്, ഓൾ ടുഗദർ എ ഡിഫറെൻറ്റ് തിങ്. പക്ഷെ കോമൺ തിങ് എന്ന് പറയുന്നത് പാക്കാണ്. മനസ്സിലായോ? ഇവന്മാരാണ്. അപ്പോൾ വേറൊരു കാര്യം നമ്മൾ നോക്കേണ്ടത് 1971 അവന്മാരുടെ സിറ്റുവേഷൻ അല്ല ഇന്ന് അവർക്കുള്ളത്. ഇന്ന് അവരെ പലരും ബാക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് പല സാധനങ്ങളും പലരിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയുടെ പൊസിഷനും ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് മുന്നിലേക്ക് പോയിട്ടുണ്ട്. ഇന്ത്യക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവന്മാരെ അടിച്ചിടാം. എൻ്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇവന്മാരെ തച്ച് തകർക്കണം, വെട്ടി കണ്ടെന്നുണ്ടാക്കി പീസ്. അതിനുള്ള സിറ്റുവേഷനാണ്, സത്യം പറയുന്നത് അങ്ങനെയുള്ള സിറ്റുവേഷനാണ് കൈ കിട്ടിയിട്ടുള്ളത്. ചെയ്യണം തന്നെയാണ് ഞാൻ പറയുന്നത്. എനിക്കത് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. പക്ഷേ അത് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും നമ്മൾ പറയുമ്പോഴും നമ്മളിലേക്ക് വരാവുന്ന 1-2 ഇമ്പാക്റ്റുകളുണ്ട്. ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യം എന്നുള്ള നിലയിൽ നമുക്ക് വരാവുന്ന ഒരു ഇമ്പാക്റ്റ്, അത് ഈ ഇവന്മാർ ഒറ്റയ്ക്ക് നിന്നാണ് അടിക്കണമെന്നുണ്ടെങ്കിൽ സീനില്ല. മനസ്സിലായി? ഈ പാക്ക് ടീം ഒറ്റയ്ക്ക് നിന്നിട്ടാണ് ഈ അടിക്കുന്നത് വെച്ചെങ്കിൽ ഏറിപ്പോയാൽ 10 ദിവസം കൊണ്ട് നമ്മൾ പരിപാടി തീർക്കും.
പക്ഷേ ഈ ചൈന പോലുള്ള രാജ്യങ്ങൾ വരെ ബാക്ക് ചെയ്യാനുള്ള റീസൺ അതെന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ശരിക്കും ഇത് ഡിസ്കസ് ചെയ്യേണ്ടത്. നമ്മളെ യഥാർത്ഥ ശത്രു ആൻഡ് അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന വേറൊരു വൻ ശത്രു, ആ ഫേസ് നമ്മൾ തിരിച്ചറിയണ്ടേ. അല്ലാതെ ഇവിടെ കിടന്നിട്ട് കുറേ രാഷ്ട്രീയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കഴിഞ്ഞാൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ്ഡ് ആവും എന്നല്ലാതെ വേറെന്ത് സംഭവിക്കാണ്ട്. ഇതെന്തറിയോ, വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള സമയത്ത് ഞങ്ങളാണ് അടിപൊളി എന്ന് പറയും. എടേ, പേടിക്കാനുള്ള മിനിമം ബുദ്ധി അവന്മാർക്കില്ല. നേരത്തെ പറഞ്ഞ പോലെ ഇല്ല, ബുദ്ധിയുള്ളതല്ലേ പേടിക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പറ്റ പേടിച്ചില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? എങ്ങനെ അഖിൽമാരാരും പറ്റ പേടിച്ചില്ല എന്ന് പറയാൻ പറ്റും? സീസ് ഫയറിന് ഫസ്റ്റ് അമേരിക്കയുടെ അടുത്ത് ഇതിങ്ങനെ ചെയ്യാൻ എന്ന് പറഞ്ഞ് ഇനീഷ്യേറ്റ് ചെയ്ത് പോയി തന്നെ അവന്മാരാണെന്നാണ് പറയുന്നത്. ബിക്കോസ് അവന്മാർക്ക് മേജർ ലോസ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അടിച്ചൊരു അടിയെ നിങ്ങൾ വളരെ ചെറുതായിട്ടാണോ കാണുന്നത്? നമ്മുടെ മീഡിയ ബ്രീഫിംഗ് നിങ്ങൾ കേൾക്കുന്നില്ലേ മിലിറ്ററിയുടെ? അവന്മാരെ എത്ര സ്ഥലങ്ങൾ നമ്മൾ എലിമിനേറ്റ് ചെയ്തു, എത്ര പേരെ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. അവന്മാർ ലിറ്ററലി നമ്മളുടെ ഓരോ സ്ട്രാറ്റജിക് മൂവിലും അവന്മാർ വിറച്ചുകൊണ്ടിരിക്കുക. നമ്മളവരുടെ വെള്ളം കൂടി ആദ്യം മുട്ടിച്ചു. അതിനുശേഷം അവന്മാർ പോലും അവന്മാരിവിടെ മോട്ടറിൽ എന്ത് സംഭവിക്കുന്നു നോക്കിയിരിക്കുന്ന സമയത്ത് നമ്മൾ അടിച്ച് കയറി 9 സ്ഥലത്ത് തീയിട്ട് പോകുന്നു നമ്മൾ. അതിനുശേഷം ഇവന്മാർ രണ്ടാമത് റെസ്പോൺസായിട്ട് വന്നപ്പോൾ വീണ്ടും നമ്മൾ അടിക്കുന്നുണ്ട് ഇവന്മാരെ. നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നാണോ? നമ്മളെ പേടിയില്ല എന്നാണോ? പേടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊട്ടന്മാരാണ് അവന്മാർ, അതുകൊണ്ട് പേടിക്കുന്നില്ല, അത്ര തന്നെ ഉള്ളൂ. അല്ലാത്ത പക്ഷം ഇത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോൾ 1971 പേടിച്ചിരുന്നോ? ഇനി ഇല്ല. ഇനിയിപ്പോൾ ഈ പറഞ്ഞ സംഘപരിവാറും മോദിയൊക്കെ മാറി, രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വന്നു. നിങ്ങൾ പിറ്റേ ദിവസം മുതൽ ഓരോട് പേടിപ്പിച്ചില്ലാതാക്കും. അത് പറയുന്ന ഒരു സാധനം വേണ്ടേ? കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് ഇന്ത്യയിൽ ഇതേപോലുള്ള ആക്രമണങ്ങൾ നടന്നിട്ടില്ലേ? എത്ര പേര് മരിച്ചിട്ടുണ്ട്? അതിൻ്റെയൊക്കെ പുറകിൽ ഈ പാകിസ്ഥാൻ ബന്ധമുണ്ട് എന്നുള്ളതൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. തീർക്കായിരുന്നില്ല. എന്താ തീർക്കാഞ്ഞ? തീർക്കണം. അതിനൊരു ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യ എന്നും പാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിൽ നിന്ന് മാറിയാൽ മാത്രമേ തീർക്കൽ നടക്കുള്ളൂ. അത് മാറിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഈ പറഞ്ഞ മാതിരി എക്കണോമിക്കലി കുറച്ച് സീനുകൾ വരും. അത് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു കിയോസ് ഇന്ത്യയിൽ സിറ്റുവേഷൻ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ഇന്ത്യ. അതും കൂടി നമുക്കൊന്ന് നോക്കണം. ഒരാഴ്ച കൊണ്ടോ 10 ദിവസം കൊണ്ടോ പാകിസ്ഥാനെ അടിച്ചു ചുരുട്ടി വെച്ചിരുന്നെങ്കിൽ ആ പാകിസ്ഥാന്റെ ഉള്ളിൽ ഇന്ത്യ കാണിച്ച മറ്റൊരു ഏറ്റവും വലിയ ചതിയാണ് ബലൂചിസ്ഥാനിലെ പാവങ്ങളോട്. ഈ ഇന്ത്യ ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടുപ്പിച്ചുകൊണ്ടിരുന്നു. ആ പാവങ്ങളെ ഇവന്മാര് നാളെ ചുരുട്ടും. ഇന്ത്യയുടെ ഈ ഭരണാധികാരികൾ കാണിച്ച ഏറ്റവും വലിയ തമ്മാടിത്തരം ഇന്ത്യൻ ജനതയോടല്ല, സത്യത്തിൽ ബലൂചിസ്ഥാനിലെ ജനതയോടാണ്. അവൻ പോയി പാകിസ്ഥാന്റെ കൊടിയും അഴിച്ച് അവന്റെ കൊടിയും വെച്ച് കെട്ടി ഇന്ത്യയിൽ ഒരു എംബസി തുറക്കാൻ വേണ്ടിയിട്ട് ദാണ്ട ഈ നിമിഷം വരാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്ന പാവം പിടിച്ച ബലൂചിസ്ഥാനികളോട് ഇന്ത്യ കാണിച്ച ഏറ്റവും വലിയ ചതിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് വലിഞ്ഞു കളഞ്ഞത്. അമേരിക്ക പറയുന്നതും കേട്ട് വലിഞ്ഞു കളഞ്ഞത്. ഒരാത്മാഭിമാനവും ഇല്ലാത്ത ഭരണാധികാരിയാണെന്ന് ഇന്ത്യയിൽ ഏതൊരു പൗരനും പറയാൻ പറ്റുന്ന ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. മോദിനെ പറയണം, സംഖ്യകളെ പറയണം, അതാണ് ബേസിക് സാധനം എന്നുള്ളത് മനസ്സിലായി. ഈ ബലൂചിസ്ഥാന് ആയുധങ്ങൾ ഇന്ത്യ കൊടുത്ത് അടുപ്പിക്കുകയാണ് പാകിസ്ഥാനെതിരെ എന്നുള്ള സാധനം എവിടെ നിന്ന് കിട്ടിയത്? ഇത് ഏത് ഇൻ്റലിജൻസ് ആണ് അഖിൽമാരാർക്ക് ഈ വിവരം കൊടുത്തത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻ്റർനെറ്റിൽ നിന്ന് ചുരണ്ടിയെടുത്ത എന്തെങ്കിലും ഒരു വിവരം കിട്ടിയിട്ടുള്ളത് അത് നമുക്കൊക്കെ അങ്ങനെ തന്നെയാണ്. ഓരോരുത്തർക്ക് ഇത് മനസ്സിലാക്കുന്ന രീതി അല്ലെങ്കിൽ നമുക്ക് ഡൈജസ്റ്റ് ആവുന്ന രീതിയൊക്കെ വേറെ ആയിരിക്കും. ഞാൻ നിങ്ങളോട് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയാം. ഈ ബലൂജിൻ്റെ കാര്യം അഖിൽമാരാർ പറഞ്ഞു. ഈ ബലൂചിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള രാജ്യം ചൈനയാണ്. ചൈന എന്തുകൊണ്ട് പാകിസ്ഥാനെ ബാക്ക് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബലൂജിലുള്ള ചൈനേൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഓക്കെ, ആ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കാരണമാണ് പാക്കിന് ഇത്രത്തോളം ബാക്കപ്പ് ചൈന കൊടുക്കണേ എന്നുള്ളൊരു വേർഷനുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ബലൂജ് ആർമി ഈ പറഞ്ഞ പാക്കിനടിക്കാൻ കാരണം ചൈനയാണ്. അങ്ങനെ ഇന്ത്യ കയറി അടിക്കുക. ഇവർക്ക് എന്താ അറിയോ, ചൈനയ്ക്ക് എല്ലാം വിൻ വിൻ സിറ്റുവേഷനാണ്. ചൈനയാണ് ഇതിലെ മെയിൻ സീന്. ഞാൻ കണ്ടിടത്തോളം ചൈനയാണ് ഇതിലെ മെയിൻ വിഷയം എന്ന് പറയുന്നത്. ഈ ബലൂജ് ടീം പാക്കിനടിച്ചാലും ഇന്ത്യ പാക്കിനടിച്ചാലും പാക്കാണ്ട് പോയാലും അത് ബലൂജാവും. ഓക്കെ, ഇന്ത്യക്ക് കിട്ടേണ്ടത് ഇന്ത്യ എടുക്കും ചെയ്യും. അപ്പോഴും ചൈനേൻ്റെ ആവശ്യങ്ങൾ അവിടെ നടക്കും. അതൊന്നും ഇനിയില്ല.
ചൈന പാകിസ്ഥാനെ ബാക്ക് ചെയ്തു. ഇന്ത്യക്കൊരു മേജർ സെറ്റ് ബാക്ക് സംഭവിച്ചു. അപ്പോഴും വിൻ വിൻ സിറ്റുവേഷൻ ആയിരിക്കാം ചൈനയ്ക്കാണ്. ബിക്കോസ് ഇന്ന് നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ന്യൂസ്, നേരത്തെ IPL നിർത്തി വെച്ചൊരു ഫിനാൻഷ്യൽ സംഗതിനെ കുറിച്ചിട്ടൊക്കെ അഖിൽ മാരാർ പറഞ്ഞു. അഖിൽ മാരാറിനെ പോലുള്ള ഒരു ചിന്തിക്കേണ്ട എന്താ അറിയോ, ആര് എന്തിന് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ പെഹൽഗാമിൽ ഇവന്മാർ കയറി വന്ന് നമ്മളെ സിവിലിയൻസിനെ തീർത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ധൈര്യം ഇവന്മാർക്ക് കൊടുക്കുന്നത് ഈ പാകിസ്ഥാനിലുള്ള ഈ പറഞ്ഞ ഞൊണ്ണാപ്പി അവിടുത്തെ ഭരണകൂടമല്ല, തീവ്രവാദ മുഖം. ആ തീവ്രവാദ മുഖത്തിന് ആര് ഫണ്ട് ചെയ്യുന്നു? ആ ഫണ്ടിങ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ എല്ലാ ഈ പരിപാടിക്കും പാക്കിന് ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്നത് ചൈനയാണ്. ചൈനയുടെ ആവശ്യം എന്താ പറയുക, ഇന്ത്യ ഇത്രത്തോളം ഡെവലപ്ഡ് ആവരുത്. അവർ അമേരിക്കനെ വെട്ടിക്കയറാനാണ് ചൈന നോക്കുന്നത്. നോക്കുമ്പോൾ പിന്നിൽ ഇതാ വരുന്നു ഇന്ത്യ. ഏത് ഇന്ത്യയാണെങ്കിൽ അമേരിക്കനായിട്ട് നല്ല ടേംസിൽ. ഇതിനിടയിൽ സംഭവിച്ചൊരു കാര്യം നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്യണം, കാണാത്തവർ കാണണം. പാട്രിക് ബെറ്റ് ഡേവിഡ് എന്ന് പറഞ്ഞൊരു വ്യക്തി എക്സിലിട്ടൊരു പോസ്റ്റാണ്. ദ ടൈമിംഗ് ഓഫ് ഇന്ത്യ പാക് വാർ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ദ മൊമെൻറ്റ് ആപ്പിൾ ആൻഡ് അതർ അനൗൺസിങ് മൂവിങ് ബിസിനസ് എവേ ഫ്രം ചൈന ടു ഇന്ത്യ, ദിസ് ഹാപ്പൻസ്. Tariffs are destroying, and this is their way of causing chaos for the one country that can take business away from them. അതായത് ഇവിടെ അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു താരിഫ് പ്രശ്നമുണ്ടായിരുന്നു. ഓക്കെ, ഈ താരിഫ് പ്രശ്നം വന്നത് US ചൈന ട്രേഡ് ഡീലിൻ്റെ മുകളിലാണ്. അമേരിക്ക ചൈനയിൽ നിന്ന് വരുന്ന പ്രൊഡക്ട്സിന് ഹൈ താരിഫ്സ് വെച്ചു. ഏകദേശം ഒരു 150-145% വരെ ഹൈ താരിഫ് വെച്ചിട്ട് ചൈനയിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സിന് അമേരിക്കൻ മാർക്കറ്റിൽ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഓക്കെ, ഇത്രയും ഹൈ താരിഫ്സ് വെച്ച് കഴിഞ്ഞാൽ സാധനം വിറ്റുപോണ്ടേ. അപ്പോൾ അമേരിക്കൻ മാർക്കറ്റ് മുന്നിൽ കണ്ടുകൊണ്ട്, യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ഒരു മേജർ ഷെയർ മുന്നിൽ കണ്ടുകൊണ്ട് ചൈനയിൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന വലിയ വലിയ ജയൻറ്റ് കമ്പനികൾ അവിടുന്ന് വിഡ്രോ ചെയ്തിട്ട് 2026 ലാസ്റ്റിലേക്ക് ഇന്ത്യയിലേക്ക് ഈ പ്രൊഡക്ഷൻ മാറ്റാൻ തീരുമാനിക്കുകയാണ്. അപ്പം അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഏറ്റവും വലിയ അടി പറ്റുന്നതായിരിക്കാം ചൈനയ്ക്കാണ്. അവരുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ പണി കിട്ടും. അപ്പം അങ്ങനെ പണി കിട്ടും, ഇന്ത്യക്ക് അത് ഭയങ്കര നേട്ടമാവും. ഇന്ത്യനായിട്ട് അമേരിക്കയ്ക്ക് ഒരു പ്രശ്നമില്ല. സോ ഇന്ത്യയിൽ ഇതേപോലുള്ള ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആപ്പിളോ ആമസോണോ ഒക്കെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് പ്രൊഡക്ട്സ് ഉണ്ടാക്കിയിട്ട് അമേരിക്കയിലും ബാക്കി യൂറോപ്യൻ കൺട്രീസിനും സെയിൽസിന് പോയാൽ ലാഭം ഇന്ത്യക്കാണ്. ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റും ഇവിടുത്തെ കമ്പനീസും വരികയാണ്, ഇത്രയും ജയൻറ്റുകൾ, ഇൻ്റർനാഷണൽ ജയൻറ്റ് വരികയാണ്. ഇവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടും, വിദേശ മൂല്യം ഇവിടെ കൂടും, ചൈന അവിടെ തീരുമാനമോ. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടവും ഒരു രാജ്യവും അസ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ, ഇവിടെ ഒരു വോണറബിൾ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്താൽ, ഇന്ത്യ ഒരു കെയോസിലേക്ക് പോയാൽ, ഏതെങ്കിലും ഒരു വിദേശ കമ്പനി ഇവിടെ ഒരു വാറിൻ്റെ സമയത്ത്, ഒരു യുദ്ധത്തിൻ്റെ സമയത്ത്, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കൊട്ടുംപിരി കൊണ്ട് നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി ഇവിടെ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാവും. അപ്പോൾ ഈ പറഞ്ഞ ചൈനയുടെ ആവശ്യം എന്തായിരുന്നു? അമേരിക്ക ഇത്രയും കൂടുതൽ താരിഫ്സ് ഇവരുടെ ഈ പറഞ്ഞ ട്രേഡിൻ്റെ മുകളിൽ ഇട്ട സമയത്ത് ഇവർക്ക് ഇന്ത്യയിലേക്ക് ഈ സാധനങ്ങളൊന്നും ഒരു കമ്പനീസും പോകരുത് എന്നുള്ള വാശിക്ക് ഇവർ ഫണ്ട് ചെയ്ത് പാകിസ്ഥാനെ കൊണ്ട് അടുപ്പിച്ചതാവാനുള്ള അതാണ് പാകിസ്ഥാൻ ഇത്ര ധൈര്യം. നേരത്തെ അഖിൽ ചോദിച്ച മാതിരി എന്തുകൊണ്ട് ഇവർ പേടിച്ചില്ല, ഉറി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചടിച്ചാൽ ഇപ്പോഴും എന്തുകൊണ്ട് അവർ പേടിച്ചിരിക്കുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ തല പൊക്കുമ്പോൾ ഇന്ത്യ തലക്കിട്ട് കൊട്ടി താഴെ ഇടാറുമുണ്ട്. പക്ഷെ ചൈന പോയിട്ട് ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞ് അവർ ഫണ്ട് ചെയ്തുകൊണ്ടായിരിക്കണം അവന്മാർ തലയും വാലും പൊക്കി പോകുന്നത്. പക്ഷെ കൈ കൊടുത്ത സാധനങ്ങളൊക്കെ ഒരുമാതിരി ചൈനീസ് പടക്കം പോലെ ആയിപ്പോയി. എല്ലാ സാധനങ്ങളും ഒന്നും വർക്കായില്ല. അവസാനം ടർക്കിയിൽ നിന്ന് സാധനം ഇറക്കേണ്ട അവസ്ഥ ഇവന്മാർക്ക്. ചൈന അവിടെ വെച്ച് ചൈനയുടെ ആവശ്യം ഇന്ത്യ തീരണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ല. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത്. ഇനിയിപ്പോൾ സീസ് ഫയർ ആയി. ഇപ്പോൾ സീസ് ഫയർ ആയ ഉടനെ അമേരിക്ക ഇനീഷ്യേറ്റ് ചെയ്തിട്ടാണ് വെടിനിർത്തൽ മുന്നോട്ട് വെച്ചതെന്നാണ് പറയുന്നത്. ഓക്കെ, അമേരിക്കൻ പ്രസിഡൻ്റാണ് ഫസ്റ്റ് അത് ലോകത്തെ അറിയിച്ചത്. ഞാൻ ഇന്ന് കണ്ട ഒരു ന്യൂസാണ്, US ചൈന ട്രേഡ് ഡീൽ, വൈ ബോത്ത് സൈഡ്സ് ആർ കീൻ ടു ബ്രേക്ക് ദി സ്റ്റെയിൽമേറ്റ്. US ചൈന ട്രേഡ് ഡീലിൻ്റെ മുകളിൽ വന്ന ന്യൂസാണ്.
US-China trade deal. While the fingerprint is yet to be released, Trump had indicated ahead of the talks that he was willing to cut the tariff rates on China to 80%. 145% ഉയർത്തിയിരുന്ന അവരുടെ ടാരിഫ്സ് മൊത്തം അവർ 30% കൊണ്ടുവരാൻ ധാരണയാവാണ് ചൈനയായിട്ട്. ആൻഡ് ചൈന 125% ആയിട്ട് ഉയർത്തി വെച്ച US ഗുഡ്സിൻ്റെ ടാരിഫ്സ് മൊത്തം ലോവർ ചെയ്ത് 10% പരിപാടിയും കൊണ്ടുവരികയാണ്. സോ ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലേക്ക് അമേരിക്ക ഇൻട്രസ്റ്റ് എടുത്ത് ഇറങ്ങി വന്നതും അവരുടെ പരിപാടികൾ അവരവിടെ വേറെ ഡയറക്റ്റ് ചൈനയും അമേരിക്കയും ഡീൽ ചെയ്തതും ചൈനയും അമേരിക്കയും തമ്മിലൊരു പ്രശ്നം നടക്കുമ്പോൾ ഇന്ത്യയിലേക്ക് ചൈനയിൽ നിന്ന് കുറേ കമ്പനികൾ വിഡ്രോ ചെയ്ത് ഇന്ത്യയിലേക്ക് വരാമെന്ന് തീരുമാനിച്ചതും ഇത് മൊത്തത്തിൽ നിങ്ങളൊന്ന് കൂട്ടിയെന്ന് ആലോചിക്കുക. ഹൂ ഹാവ് ക്രിയേറ്റഡ് ദിസ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, എന്തുകൊണ്ട് ഇവരുടെയൊക്കെ ഇൻവോൾവ്മെൻറ്റ് വരുന്നു എന്നുള്ളത് മനസ്സിലായോ? അപ്പോൾ ഇതൊരു വേറെ ലെവൽ ഓഫ് സാധനങ്ങൾ ഇതിനിടയിലൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ആളുകളിലേക്ക് എത്തേണ്ടതും ഇങ്ങനെയാണ് ആളുകളെ ഇൻഫർമേറ്റ് ചെയ്യേണ്ടതും. അല്ലാതെ വന്നിരുന്നിട്ട് ഒരു പാർട്ടിയുടെ മൗത്ത് പീസായിട്ട് 1971 അടിപൊളിയാണ്, 2025 ഈസ് വെരി ബാഡ് ബിക്കോസ് യു ഓൾ സംഗീസ് നിങ്ങൾ ചെയ്തത് വളരെ മോശമാണ്, ഇങ്ങനെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഓക്കെ, പറയുകയാണെങ്കിൽ ശശി തരൂരിനെ പോലെ സംസാരിക്കണം. മനസ്സിലായോ? കോൺഗ്രസിൻ്റെ ശശി തരൂരിനോട് 1971 സിറ്റുവേഷനും ഇപ്പോഴത്തെ സിറ്റുവേഷനും ചോദിച്ചപ്പോൾ ക്ലിയർ കട്ടായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. I think 1971 was a great achievement of our history. I'm proud of it as an Indian. Indira Gandhi ji rewrote the map of the subcontinent, but the circumstances were different. Today's Pakistan is a different situation. Their equipment, their military equipment, the damage they can do, everything is different. And the circumstances of Bangladesh, we were fighting a moral cause to actually bring people to freedom and liberation. That was a completely different story. This is a different story. We would have ended up with a much longer, protracted conflict with a lot of loss of life on both sides, a lot of damage, a lot of expense. Is this the biggest priority for India today? No, it's not. We wanted to teach those who had sent these terrorists across that there is a price to be paid. We still have to catch the individual terrorist perpetrators, but we do not need to tie the whole country down in a war. That is something I've been very clear about from the start. India did not, I believe, at any stage see the action of the 7th as the beginning or the opening salvo of a long protracted conflict. For us it was one-off. We'll do it. If Pakistan did not escalate, we would not have escalated. Pakistan did, we also did. It was getting to a point where if it continued like this, we would needlessly have been caught into a long drawn-out war without a clear objective at the end of it. Liberating Bangladesh is a clear objective. Just keeping on firing shells at Pakistan is not a clear objective. You see the difference? അതായത് 1971 പാകിസ്ഥാനും ഇപ്പോഴത്തെ പാകിസ്ഥാനും ഭയങ്കര മാറ്റമുണ്ട്. മനസ്സിലായി? ഇപ്പോഴത്തെ പാകിസ്ഥാനെ ബാക്ക് ചെയ്യാൻ ആളുകളുണ്ട്, അവരിൽ പുതിയ പുതിയ സാധനങ്ങളുണ്ട്, ഇന്ത്യയുടെ കയ്യിലുമുണ്ട്. ആൻഡ് ഇന്ത്യ പാകിസ്ഥാനെ പോലെയല്ല ദരിദ്രമായിട്ടുള്ളൊരു രാജ്യമല്ല, വളർന്ന് പടർന്ന് പന്തലിക്കുന്ന ഒരു രാജ്യമാണ്. പിന്നെ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട് 1971. ഇവിടെ ഒബ്ജക്റ്റീവ് ഓൾറെഡി ഇന്ത്യ ഫുൾഫിൽ ചെയ്തു. ഇവിടെ കയറി അടിച്ചതിന് തിരിച്ചു കൊടുത്തു. ഇനി ഇന്ത്യക്ക് ഒരു ഒബ്ജക്റ്റീവ് വെക്കണം എന്നുണ്ടെങ്കിൽ ഇവന്മാർ ഇതിലും കൂടുതൽ എന്താ അട്രോഷ്യസ് ആയിട്ടുള്ളൊരു സാധനം ചെയ്യണം. അത് ചെയ്താൽ ഇനി അടിക്കുന്ന പറഞ്ഞു, ഇനി മിട്ടിമേ മില്ലാതേനാന്ന് പറഞ്ഞത്, അടിച്ച് പരത്തി മണ്ണോട് മണ്ണാക്കുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് വന്നിരുന്നിട്ട് ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധിക്ക് പാർലമെൻറ്റിൽ കറക്റ്റ് സാധനങ്ങൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇവിടെ ക്രിറ്റിസിസം വരുന്നത് എവിടെ അറിയോ? നിങ്ങൾ ഇപ്പോഴാണ് ഇതൊക്കെ വന്ന് ചോദിക്കുന്നത്. അത് ചോദിക്കുന്നത് എങ്ങനെ? ഇതേപോലെ അഖിൽമാരാരെ പോലെ ഇവിടെ ഒരാൾ, പിന്നെ നോർത്തിലൊരാൾ, വേറെ എവിടെയെങ്കിലും ആരെങ്കിലും ഒരു എന്താ പറയുക പ്രോപ്പർ മൗത്ത് പീസ് ഇല്ല. ശശി തരൂരിനെ പോലുള്ള ഒരാളാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രോപ്പർ മൗത്ത് പീസ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തിങ്സ് വുഡ് ഹാവ് ബീൻ മച്ച് അടിപൊളി. ഈവൻ രാഹുൽ ഗാന്ധി അടിപൊളിയായിട്ട് ചോദിക്കും. കാരണം ഇത് ചോദിക്കുമ്പോൾ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ കുറച്ചും കൂടി ആളുകളെ അവെയർനെസ് കൊടുത്ത് ആളുകളിലേക്ക് എന്താണ് എങ്ങനെയാണെന്ന് കൊടുത്തിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ നമുക്ക് ഒരു ഹെയ്റ്റോ അല്ലെങ്കിൽ ഒരു സാധനമോ അത് ഈ സിറ്റുവേഷനിലല്ല എടുക്കേണ്ടത്. മനസ്സിലായില്ലേ? ഈ സിറ്റുവേഷനിൽ എന്താ, രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക, ശത്രുവിനെ നേരിടുക, തീർക്കുക ശത്രുവിനെ, അതാണ് ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ഉറപ്പിച്ചതാ. ഓക്കെ, കാരണം നിങ്ങൾ ഈ ഓപ്പോസിഷൻ മൊത്തം ഉണ്ടാതിരുന്ന സമയത്ത് ധ്രുവറാട്ട അവിടെ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇതിൻ്റെ ഒരു സിറോക്സ് കോപ്പിയാണ് നിങ്ങൾ എടുത്തു വെച്ചപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.
എനിക്ക് ഈ ചോദ്യം അന്നേ ചോദിച്ചോളൂ. പക്ഷെ അന്ന് നിങ്ങളെ പാർട്ടിയിലുള്ളവർ ചോദിക്കുന്ന കാര്യം നിങ്ങളെ റോബർട്ട് വടേരയാണ് അന്ന് ചോദിച്ചത്. എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഇത് എനിക്ക് അഖിലിൻ്റെ പല റിയാക്ഷൻസും എനിക്ക് ഇഷ്ടമാണ്, പലതിനോടും വിമർശനമുണ്ട്. പക്ഷേ ഇത് സത്യത്തിൽ കോൺഗ്രസിൻ്റെ ഒരു മൗത്ത് പീസ് പോലെ വന്നിരുന്ന് സംസാരിച്ച പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ആയുള്ളൂ. അതിനും കൂടുതൽ ഇതിനകത്തൊന്നുമില്ല.